രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റ് ഒഴിയും. വയനാട്ടിൽ മത്സരിക്കാൻ പ്രിയങ്കയെത്തും. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. പ്രിയങ്ക ഗാന്ധി ആദ്യമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ്. വയനാട്ടിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യ മത്സരം. വയനാടിന് ഇനി മുതൽ 2 MP-മാർ ഉണ്ടാകും എന്നതാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് താനാണ്, ഒന്ന് പ്രിയങ്കയാണ്. വയനാടിനോട് വളരെ വൈകാരികമായ ബന്ധമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 2 സീറ്റ് നിലനിർത്തുക സാധ്യമല്ല. അതിനാൽ വയനാട് ഒഴിയേണ്ടി വന്നിരിക്കുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി സൂചിപ്പിക്കുന്നത്. BR കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഏറെ പ്രതീക്ഷിച്ചിരുന്ന തീരുമാനം തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഖർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് വയനാടിന് സന്തോഷിക്കാൻ കഴിയുന്ന തീരുമാനമെടുക്കും എന്നതായിരുന്നു വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുൽ ഗാന്ധി നൽകിയിരുന്ന ഉറപ്പ്. ഈ തീരുമാനത്തെ എങ്ങനെ കാണണം? എന്തൊക്കെയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ? ഒടുവിൽ സസ്പെൻസ് അവസാനിപ്പിച്ച് രാഹുൽ ഗാന്ധി ആ തീരുമാനം എടുത്തിരിക്കുന്നു. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയാൻ തീരുമാനിച്ചിരിക്കുന്നു, റായ്ബറേലി നിലനിർത്താനും. അതോടൊപ്പം തന്നെ മറ്റൊരു സസ്പെൻസ് സ്ഥാനാർത്ഥിയെ കൂടി AICC പ്രഖ്യാപിച്ചിരിക്കുന്നു വയനാട്ടിലേക്ക് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സമീപകാലത്തൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി ഒഴിയുമ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി ഇത്രയേറെ വേഗത്തിൽ പ്രഖ്യാപിക്കുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നില്ല. ഏതായാലും പാർലമെന്ററി രംഗത്തേക്ക് പ്രിയങ്ക ഗാന്ധിക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഒരു വഴി വയനാട്ടിലൂടെ ഒരുങ്ങുമോ എന്നതാണ് ഇനി നിർണായകം. ഏതായാലും വയനാട്ടിലൂടെയാണ് പ്രിയങ്ക പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഒരു പരീക്ഷണത്തിന് ഒരുങ്ങുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അതും കേരളത്തിൽ നിന്ന്. അല്പം മുമ്പ് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിൽ ഒരു സുപ്രധാനമായ തീരുമാനം കൈക്കൊണ്ടത്. രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഒഴിയും എന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ ശക്തമായിരുന്നു. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UP-യിൽ ഉണ്ടാക്കിയ മുന്നേറ്റമടക്കം കോൺഗ്രസിന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. പാർട്ടിയുടെ വിശാലമായ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ രാഹുലിന് റായ്ബറേലി നിലനിർത്തേണ്ടത് സമകാലിക രാഷ്ട്രീയ സാഹചര്യത്തിൽ അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി നേരത്തെ വയനാട്ടിലടക്കം വന്ന് വോട്ടർമാരോട് നന്ദി പറഞ്ഞപ്പോഴെല്ലാം വയനാടിന് സന്തോഷകരമായ ഒരു തീരുമാനം ഉണ്ടാകും എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം റായ്ബറേലിയിലെ ഒരു പൊതുയോഗത്തിൽ അദ്ദേഹം പറഞ്ഞത് വാരണാസിയിൽ തന്റെ സഹോദരിയാണ് മത്സരിച്ചതെങ്കിൽ മോദി 2 ലക്ഷത്തിലധികം വോട്ടിന് തോക്കുമായിരുന്നു എന്നതടക്കമുള്ള പ്രസ്താവനകൾ നടത്തിയിരുന്നു. ഇതെല്ലാം കൂട്ടി വായിച്ചുകൊണ്ട് തന്നെ പ്രിയങ്ക ഒരു മത്സരരംഗത്തേക്ക് എത്തും എന്ന അഭ്യൂഹങ്ങൾ കൂടുതൽ ശക്തമായി. ഏതായാലും AICC ആ സസ്പെൻസ് പ്രഖ്യാപിച്ചു. നിർണായക തീരുമാനമാണ് ഇന്ന് AICCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഖർഗെയുടെ വസതിയിൽ ചേർന്ന നിർണായക യോഗത്തിലാണ് തീരുമാനം. AICC അധ്യക്ഷനായിട്ടുള്ള ഖർഗെ തന്നെയാണ് ഈ തീരുമാനം പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് രാഹുൽ സംസാരിക്കുന്നു. വയനാടുമായുള്ള തന്റെ വൈകാരിക ബന്ധം എന്താണ് എന്നത് രാഹുൽ സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. CV അനുമോദ് കൂടി നമുക്കൊപ്പം ചേരുന്നു. അനുമോദ്, കഴിഞ്ഞ ആഴ്ച കൽപ്പറ്റയിലും